ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 53ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും നമുക്ക് വിശദമായി കൊണ്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് 20 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ താരം അത് ജാവോ കാൻസലോയാണ്. താരത്തെ തിരികെ കൊണ്ടുവന്ന കാര്യം FC ബാഴ്സലോണ ഒഫീഷ്യലായിക്കൊണ്ട് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ജൂൺ മാസം വരെയുള്ള ലോണിലാണ് കാൻസലോ ഇപ്പോൾ FC ബാഴ്സലോണയിൽ എത്തിയിട്ടുള്ളത്. അൽ ഹിലാലിൽ നിന്നാണ് അദ്ദേഹത്തെ ബാഴ്സലോണ ലോണിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ താരം അത് ഫാബിയാൻ റൂയിസ് ആണ്. താരം PSG വിട്ടുകൊണ്ട് തുർക്കിയിലേക്ക് പോകും എന്ന തരത്തിലുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ ക്ലബിനകത്ത് തന്നെ തുടരാൻ ഈ ഒരു മിഡ്ഫീൽഡർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2029 വരെയാണ് അദ്ദേഹം കോൺട്രാക്ട് പുതുക്കുന്നത്. 3 പരിശീലകനായ മൈക്കൽ കാരിക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇദ്ദേഹത്തെ പുതിയ പരിശീലകനായി കൊണ്ടുവരികയാണ്. ഈ സീസൺ അവസാനിക്കുന്നത് വരെയുള്ള ഒരു കരാറാണ് കാരിക്കിന് നൽകുക. 4 റാസ്പഡോരി. ഈ താരം അത്ലറ്റിക്കോ മാഡ്രിഡ് വിട്ടുകഴിഞ്ഞിട്ടുണ്ട്. ഇറ്റാലിയൻ ക്ലബ്ബായ അറ്റ്ലാന്റയാണ് താരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. 25 മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളത്. 5 കോണർ ഗല്ലഗറാണ്. ടോട്ടൻഹാം ഈ ഒരു സൂപ്പർ താരത്തെ സ്വന്തമാക്കി കഴിഞ്ഞു. 2031 വരെയുള്ള ഒരു കരാറിലാണ് അദ്ദേഹം ഒപ്പുവെക്കുന്നത്. 40 മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി ടോട്ടൻഹാം ചിലവഴിക്കുന്നത്. 6ാമത്തെ താരം അത് ടിമോ വെർണർ ആണ്. ഈ ജർമ്മൻ താരത്തെ അമേരിക്കൻ ക്ലബ്ബായ സാൻ ജോസ് എർത്ത്കോക്സ് സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ലീപ്സിഗിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ MLS എത്തുന്നത്. നേരത്തെ ഇന്റർ മയാമി സ്വന്തമാക്കും എന്ന റൂമറുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഇന്റർ മയാമിക്ക് സാധിക്കാതെ പോവുകയായിരുന്നു. 7ാമത്തെ താരം അത് ഓസ്കാർ മിങ്കേസയാണ്. സെൽറ്റ വിഗോയുടെ താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി 5 ക്ലബ്ബുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഏറ്റവും പുതുതായി കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് യുവന്റസ് ആണ്. നിലവിൽ താരത്തെ വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ 50% തുകയും FC ബാഴ്സലോണക്ക് അവകാശപ്പെട്ടതാവും. കാരണം നേരത്തെ ബാഴ്സലോണക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് മിങ്കേസ. ഇനി 8ാമത്തെ താരം അത് ഗോൾ കീപ്പറായ ബെൻഡോയാണ്. അതായത് അൽ നസറിന്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായ അൽ അഖ്ദിക്ക് കഴിഞ്ഞ ദിവസം സസ്പെൻഷൻ ലഭിച്ചിരുന്നു. ഇതോടുകൂടി ബെൻഡോയുടെ ട്രാൻസ്ഫർ നീക്കം ക്ലബ്ബ് തടഞ്ഞിട്ടുണ്ട്. താരത്തെ കൈമാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം ജനോവയെ അൽ നസർ ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി 9 റൂണി ബാർഗിയാണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി പോർച്ചുഗീസ് ക്ലബ്ബായ പോർട്ടോ രംഗത്ത് വന്നിരുന്നു. ലോണിൽ കൊണ്ടുവരാനായിരുന്നു അവരുടെ നീക്കം. എന്നാൽ അവരുടെ ഓഫർ ഇപ്പോൾ FC ബാഴ്സലോണ നിരസിച്ചിട്ടുണ്ട്. റൂണിയെ കൈവിടാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ബാഴ്സയുടെ ഒരു നിലപാട്. 10 ഇബ്രാഹിമ കൊനാറ്റെ. ഈ താരത്തിന്റെ ലിവർപൂളുമായുള്ള കോൺട്രാക്ട് വരുന്ന സമ്മറിൽ അവസാനിക്കുകയാണ്. ഈ കോൺട്രാക്ട് പുതുക്കാൻ ലിവർപൂൾ ഉദ്ദേശിക്കുന്നില്ല. അതിനർത്ഥം കൊനാറ്റെ ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് ക്ലബ്ബ് വിടും എന്നുള്ളതാണ്. നേരത്തെ റയൽ മാഡ്രിഡ് ഈ ഒരു താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രകടനം മോശമായതോടുകൂടി റയൽ അതിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു. ഇനി 11 നീൽ മൗപ്പെ എന്ന താരമാണ്. നിലവിൽ ഒളിമ്പിക് മാഴ്സേക്ക് വേണ്ടിയാണ് മൗപ്പെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. താരത്തെ 6 മാസത്തേക്ക് ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ സെവിയ, ഗെറ്റാഫെ എന്നിവർ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. 12 നോവ ലാങ് ആണ്. ഇറ്റാലിയൻ ക്ലബ്ബായ നാപ്പോളിക്ക് വേണ്ടി കളിക്കുന്ന വിങ്ങറാണ് നോവ ലാങ്. താരത്തെ സ്വന്തമാക്കാൻ തുർക്കിഷ് ക്ലബ്ബായ ഫെനർബാഷയ്ക്ക് താല്പര്യമുണ്ട്. 13 യുക്കാസ് പക്കേറ്റ. താരം ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലമംഗോയുമായി അഗ്രിമെന്റിൽ എത്തിയ വിവരം കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു. തുടർന്ന് 40 മില്യൺ യൂറോയുടെ ഒരു ഓഫർ വെസ്റ്റ് ഹാം യുണൈറ്റഡിന് ഫ്ലമംഗോ നൽകിയിരുന്നു. പക്ഷേ വെസ്റ്റ് ഹാം യുണൈറ്റഡ് അത് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 60 മില്യൺ യൂറോ താരത്തിന് വേണ്ടി നൽകണം എന്നാണ് വെസ്റ്റ് ഹാമിന്റെ ഒരു നിലപാട്. ഇനി 14 എങ്കോളോ കാൻഡെ. നിലവിൽ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഇത്തിഹാദിന് വേണ്ടിയാണ് കാൻഡെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ തുർക്കിഷ് ക്ലബ്ബായ ഫെനർബാഷയ്ക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല, അവർ ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 15 അമർ ടെഡിച്ച് എന്ന താരമാണ്. അതായത് നിലവിൽ പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്കയ്ക്ക് വേണ്ടി കളിക്കുന്ന റൈറ്റ് ബാക്ക് താരമാണ് അമർ ടെഡിച്ച്. ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ താരത്തിന് വേണ്ടി 50 മില്യൺ പൗണ്ടെങ്കിലും ചിലവഴിക്കേണ്ടി വന്നേക്കും. 16 മത്യാസ് ടെല്ലാണ്. താരത്തെ സ്വന്തമാക്കാൻ ഫ്രഞ്ച് ക്ലബ്ബായ പാരീസ് FC ഒരു ശ്രമം നടത്തിയിരുന്നു. ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാനായിരുന്നു അവർ ശ്രമിച്ചിരുന്നത്. എന്നാൽ ടോട്ടൻഹാം താരത്തെ നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നത്. 17 യാക്കോബോ റാമോൺ എന്ന താരമാണ്. അതായത് ഇറ്റാലിയൻ ക്ലബ്ബായ കോമോക്ക് വേണ്ടിയാണ് റാമോൺ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. താരത്തെ തിരികെ എത്തിക്കാനുള്ള ഒരു ഓപ്ഷൻ റയലിന് ലഭ്യമാണ്. നിലവിൽ ചെൽസിയും ലിവർപൂളും താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 18 ബെൻ വൈറ്റ് ആണ്. നിലവിൽ ആഴ്സണലിന് വേണ്ടി കളിക്കുന്ന റൈറ്റ് ബാക്ക് താരമാണ് ബെൻ വൈറ്റ്. താരത്തെ സ്വന്തമാക്കാൻ മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബ്ബായ
എവേർട്ടൺ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. 19 ജെറമി ജാക്കറ്റ് എന്ന താരമാണ്. റന്നസിന് വേണ്ടി കളിക്കുന്ന താരമാണ് ജെറമി. ചെൽസി, ആഴ്സണൽ, ലിവർപൂൾ എന്നിവരൊക്കെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു പ്രതിഭ കൂടിയാണ് ജെറമി. ഇനി 20 മാർക്കോസ് അനസിയുമായി ബന്ധപ്പെട്ടതാണ്. താരത്തെ ഏത് വിധേനയും കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് ഇറ്റാലിയൻ ക്ലബ്ബായ യുവന്റസ് ഇപ്പോൾ ഉള്ളത്. അതായത് FC ബാഴ്സലോണക്ക് സനസിയിൽ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം യുവന്റസിന് അറിയാം. അതുകൊണ്ട് തന്നെ അതിവേഗത്തിലുള്ള നീക്കങ്ങളാണ് യുവന്റസ് ഈ ഒരു അർജന്റീൻ ഡിഫൻഡർക്ക് വേണ്ടി നടത്തുന്നത്. ഇങ്ങനെ 20 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.